ഹലോ തേർഡ് ഇയേഴ്സ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിനെ പറ്റി നോക്കാം. നമ്മൾ ഈറ്റിംഗ് ഡിസോർഡറാണ് കഴിഞ്ഞ ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് മെയിൻലി നമ്മൾ അനറെക്സിയ നെർവോസ പഠിച്ചു കഴിഞ്ഞു. ഇനി വേറൊരു ഈറ്റിംഗ് ഡിസോർഡറുണ്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, അതാണ് ബുളീമിയ നെർവോസ. ഈ പേര് നിങ്ങൾ ആദ്യം കേൾക്കുമായിരിക്കും, ബുളീമിയ എന്നൊക്കെയുള്ള പേര്. സ്പെല്ലിങ് BULIMIA, ബുളീമിയ, ദെൻ നെർവോസ, NERVOSA. ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇത് ഒരു ഈറ്റിംഗ് ഡിസോർഡറാണ്. അത് സൈക്യാട്രിക് കണ്ടീഷൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയേക്കുന്ന ഈറ്റിംഗ് ഡിസോർഡറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആമുഖത്തിൽ പറഞ്ഞായിരുന്നു ഈറ്റിംഗ് ഡിസോർഡർ എന്താണെന്നും അതെങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്നും അതിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്താ, അതൊക്കെ നമ്മൾ ജനറലി ഒന്ന് പറഞ്ഞതാണ്. എനിവേ, അനറെക്സിയ നെർവോസയ്ക്ക് മുമ്പ്. അപ്പോൾ ഇന്ന് നമുക്ക് ബുളീമിയ നെർവോസ എന്താണെന്ന് നോക്കാം. അതിനകത്ത് മെയിൻലി നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താണ് ബുളീമിയ നെർവോസ, അതിൻ്റെ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ കെയറിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഇനി നമുക്ക് എന്താണ് ഇതെന്ന് നോക്കാം. സോ അതിനകത്ത് എൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഈറ്റിംഗ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ എപ്പിസോഡ് ഓഫ് ബിഞ്ച് ഈറ്റിംഗ് followed by feeling of guilt, humiliation, depression and self humiliation അല്ല, സെൽഫ് കണ്ടംനേഷൻ എന്നാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ക്യാരക്ടറൈസ്ഡ് ബൈ എപ്പിസോഡ് ഓഫ് ബിഞ്ച് ഈറ്റിംഗ്, ഒരുപാട് കഴിക്കുക, ഓരോ തവണയും ഒരുപാട് ക്വാണ്ടിറ്റി ഫുഡ് കഴിച്ചിട്ട് അത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര കുറ്റബോധം, പിന്നെ അല്ലെങ്കിൽ അവരൊരു സ്വയമായിട്ടുള്ള വെറുപ്പ്, അവജ്ഞ, അല്ലെങ്കിൽ അവർക്കൊരു ഡിപ്രഷൻ തോന്നുക, സ്വയമായിട്ടൊരു മതിപ്പ് തോന്നായിക, ഇങ്ങനെയൊക്കെ. അത് ചെയ്തത് തന്നെ ശരിയല്ലെന്നുള്ളൊരു തോന്നൽ കൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കഴിപ്പ് കഴിയുമ്പോൾ അവർക്ക് തോന്നും. അത് ഒരു മാനസിക പ്രശ്നം കൂടിയാണ്. അതാണ് ഫോളോഡ് ബൈ ഫീലിംഗ് ഓഫ് ഗിൽറ്റ്, ഹ്യൂമിലിയേഷൻ, ഡിപ്രഷൻ ആൻഡ് സെൽഫ് കണ്ടംനേഷൻ എന്ന് പറയുന്നത്. അതായത് സാധാരണ ആൾക്കാർ ഫുഡ് കഴിച്ചാൽ അവർക്ക് അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ ഒരു വ്യക്തിക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു സംതൃപ്തിയും, വയറ് നിറഞ്ഞു, സംതൃപ്തി, വിശപ്പ് മാറി, ഇങ്ങനെയുള്ള ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചു, അതിൻ്റെ ടേസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചു, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഫുഡിൻ്റെയൊക്കെ എപ്പോഴും ഒരു നല്ല എക്സ്പീരിയൻസ് എപ്പോഴും എല്ലാ മനുഷ്യർക്കും വരുത്തുന്നത് അല്ലേ. അപ്പോൾ അതേസമയം ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ക്യാരക്ടറൈസ്ഡ് ബൈ എപ്പിസോഡ് ഓഫ് ബിഞ്ച് ഈറ്റിംഗ് ഫോളോഡ് ബൈ ഫീലിംഗ് ഓഫ് ഗിൽറ്റ്, ഹ്യൂമിലിയേഷൻ, ഡിപ്രഷൻ ആൻഡ് സെൽഫ് കണ്ടംനേഷൻ. അതായത് ആൾക്കാർക്ക് ഈ ഒരു ആശ്വാസകരമല്ലാത്ത ഒരു മാനസിക ഫീലിംഗ് തോന്നുന്നതുകൊണ്ടാണ് ഇതൊരു മനോരോഗത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയേക്കുന്നത് അല്ലേ. മനസ്സിന് അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണല്ലോ മൈൻഡ് കാണിക്കുന്നത് അല്ലേ. ഇനി ഒന്നുകൂടെ അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് കണ്ടീഷൻ ഓൾസോ ഇൻവോൾവ്സ് റെക്കറൻറ്റ് യൂസ് ഓഫ് കോമ്പൻസേറ്ററി മെഷേഴ്സ് ടു പ്രിവെൻറ്റ് വെയ്റ്റ് ഗെയിൻ സച്ച് ആസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് വൊമിറ്റിംഗ്, dieting, fasting, diuretic or laxative use or a combination of all these measures. അതായത് നമുക്കറിയാം, ഒരുപാട് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കലോറി ഇൻടേക്ക് അങ്ങ് ഒത്തിരി കൂടുന്നുണ്ടെങ്കിൽ ആളിന് ഒത്തിരി വണ്ണം വയ്ക്കും, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യും അല്ലേ. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ അവർക്ക് ഒരുപാട് ഫുഡ് കഴിക്കണമെന്നുള്ള ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് ഒത്തിരി ഫുഡ് കഴിക്കുന്നു. ഈവൻ ദോ അതിൻ്റെ ആഫ്റ്റർ വേർഡ് മാനസികമായിട്ടുള്ള അവരുടെ മാനസികമായ ആറ്റിറ്റ്യൂഡ് ഒന്നും ശരിയല്ലെങ്കിൽ പോലും അവർക്ക് ഈ ബിഞ്ച് ഈറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പിന്നെയും ഒരുപാട് കഴിക്കും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഒത്തിരി കലോറി ഇൻടേക്ക് ആകുന്നുണ്ടെങ്കിൽ അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യും അല്ലേ. അപ്പോൾ ആ വെയിറ്റ് ഗെയിനുള്ള ആ ഒരു കാര്യത്തെ റിലീവ് ചെയ്യാൻ വേണ്ടി അവർ വേറെ ചില പ്രവൃത്തികളും ഈ ബുളീമിയക്കാർ കാണിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഇൻവോൾവ്സ് റെക്കറൻറ്റ് യൂസ് ഓഫ് കോമ്പൻസേറ്ററി മെഷേഴ്സ് ടു പ്രിവെൻറ്റ് വെയിറ്റ് ഗെയിൻ സച്ച് ആസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് വൊമിറ്റിംഗ്. കഴിച്ച ആഹാരം എല്ലാം ഛർദ്ദിച്ച് ഒരുപാട് കഴിച്ചു, അതവർക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യ, ഒത്തിരി കഴിച്ചു. അത് കഴിഞ്ഞ് കഴിച്ചതൊക്കെ വൊമിറ്റ് ചെയ്ത് കളയാനുള്ള ഒരു പരിശ്രമം അവർ നടത്തി, അത് വൊമിറ്റ് ചെയ്ത് കളയുക. പിന്നെ ഡയറ്റിങ്, ചില ദിവസങ്ങളിലൊന്നും ഇപ്പോൾ ഒരു 1-2 പ്രാവശ്യം ബിഞ്ച് ഈറ്റിംഗ് നടന്നാൽ പിന്നെ 1-2 ദിവസത്തേക്ക് അവർക്കൊന്നും ചിലപ്പോൾ കഴിക്കത്തില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചേ പിന്നെ കഴിക്കത്തുള്ളൂ. ഡയറ്റിംഗ് നടത്തും. പിന്നെ ഫാസ്റ്റിങ്, അതായത് ഉപവാസം എടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് കഴിച്ചില്ലേ ഇന്നലെ ഒത്തിരി ബിഞ്ച് ഈറ്റിംഗ് നടത്തിയതിന് ശേഷം പിന്നെ അവർ ഫാസ്റ്റ് ചെയ്യുക. പിന്നെ ഡയൂറിറ്റിക് അതായത് ഒത്തിരി എലിമിനേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഡയൂറിറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് പർഗേഷൻ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റൂൾ ഔട്ട്പുട്ട് ഒത്തിരി ഉണ്ടാക്കത്തക്കവണ്ണമുള്ള ലാക്സേറ്റീവ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ ഒന്നിച്ച്, ഇതുപോലെ ഒരു കാര്യം അറ്റ് എ ടൈം അല്ല, പല പല കാര്യങ്ങളും ഒന്നിച്ചും അവർ ചെയ്യും. ഈ പറയുന്ന വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ്, വെയിറ്റ് ഗെയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും അവരൊന്ന് ചെയ്യും. മനസ്സിലായി? അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ വോമിറ്റിംഗ് ആകാം, ഡയറ്റിംഗ് ആകാം, ഫാസ്റ്റിംഗ് ആകാം, യൂസ് ഓഫ് ഡയൂറിറ്റിക് ലാക്സേറ്റീവ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചും ചെയ്യും.
അപ്പം അതാണ് ഈ ബുളിമിയ നെർവോസയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അത് നോർമൽ ഈറ്റിംഗ് അല്ല, സാധാരണക്കാരെ പോലെ അല്ല അവരുടെ ഈറ്റിംഗ്. അവരൊരുപാട് കഴിക്കുന്നു, അറ്റ് എ ടൈം ഒത്തിരി കഴിക്കുന്നു. അതുകൊണ്ട് അവർക്ക് അവരോട് തന്നെ അവജ്ഞ, വെറുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തോന്നുന്നു. അതൊരു മാനസിക പ്രശ്നമാണ്. അതുകൂടാതെ തന്നെ ഈ എക്സസീവ് ഈറ്റിംഗ് കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ വരാതിരിക്കാൻ വേണ്ടി വേറെ ചില പ്രിവെൻറ്റീവ് മെഷേഴ്സ് അവർ ചെയ്യുന്നു. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് വൊമിറ്റിങ്, ഡയറ്റിംഗ്, ഫാസ്റ്റിംഗ്, ഡൈവർട്ടിക്കോ. അതൊക്കെ ഡൈവർട്ടിക്കോ ലാക്സേറ്റീവ് യൂസൊക്കെ ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഡൈവർട്ടിക്സ് ഉപയോഗിക്കുക, ലാക്സേറ്റീവ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതിലൊന്നിലധികം കാര്യങ്ങൾ അറ്റ് എ ടൈം അവർ ഉപയോഗിക്കുക. ഇതാണ് ബുളിമിയ നെർവോസ. ഇത് കൂടുതലായിട്ടും കാണുന്നത് ഇറ്റ് ഈസ് മോർ കോമൺ ഇൻ എർലി ടീൻസ് ആൻഡ് അഡോളസൻസ്. അതായത് അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ടീനേജേഴ്സും ഒക്കെയാണ് ഇത് കൂടുതൽ കാണിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഇറ്റിയോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് നോക്കാം. ഇറ്റിയോളജിയിൽ എക്സാക്റ്റ് ഇറ്റിയോളജി അൺനോൺ ആണ്. അതായത് എന്താണ് ഇതിൻ്റെ എക്സാക്റ്റ് ഇറ്റിയോളജി എന്ന് അറിയത്തില്ല. നമ്മൾ അനറക്സിയ നെർവോസയെ പഠിച്ച പോലെ തന്നെ അതുപോലെയുള്ള വേറെ ചില കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ അന്ന് അതിനകത്ത് പഠിച്ചായിരുന്നല്ലോ. അതായത് ദെർ ആർ സം അതർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് സച്ച് ആസ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ ഇതിനകത്തും ഇതേപോലെയുള്ള കാരണങ്ങൾ കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് ആയിട്ടുണ്ട്, ഈവൻ ദോ ഇറ്റിയോളജി ഈസ് നോട്ട് നോൺ. ഓക്കെ. ഇനി അതിനകത്ത് നമ്മളിപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫാമിലി ഫാക്ടറാണ്. അതായത് വീട്ടിൽ ആരെങ്കിലും പഴയ തലമുറയെ പറ്റി ആർക്കെങ്കിലുമൊക്കെ ഈ സ്വഭാവം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ ഇങ്ങനെയുള്ള സ്വഭാവം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ അത് വരാം. അപ്പം ബയോളജിക്കൽ ജനറ്റിക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, ഡിഗ്രി ബയോളജിക്കൽ റിലേറ്റീവ്സ്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അച്ഛനോ അമ്മയോ സിബ്ലിങ്സ് ഇവരൊക്കെയാണ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനുണ്ടെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ മക്കൾക്കും ഇതുപോലെയുള്ള കണ്ടീഷൻ വരാം. പിന്നെ ഓൾട്രേഷൻസ് ഇൻ ലെവൽ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ സീറോട്ടോണിൻ ഇൻ ദ ബ്രെയിൻ. അതായത് ഒത്തിരി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ, അതും കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേതിനകത്തും ഒരു ഇറ്റിയോളജി ആയിട്ട് പറഞ്ഞായിരുന്നു, അനറക്സിയ നെർവോസയിലും. അതായത് ചില പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് സർട്ടൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഇത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സീറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനകത്ത് അതിൻ്റെ ലെവലിൽ ഓൾട്രേഷൻസ് വന്നാൽ ഈ ബുളിമിയ നെർവോസ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വേറൊന്ന്, ഇറ്റ് ഈസ് മോർ പ്രിവലൻ്റ് ഇൻ പേഴ്സൺ വിത്ത് ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ എക്സ്പ്രസിങ് ആങ്കർ. അതായത് ചില പേഴ്സണാലിറ്റി ട്രേറ്റുകൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പേഴ്സണാലിറ്റിയുടെ ചില ട്രേറ്റുകളുടെ കാര്യവും പേഴ്സണാലിറ്റിയുടെ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊക്കെയൊന്ന് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ചില പ്രത്യേക പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു. പ്രത്യേകിച്ച് അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാകാം, അല്ലെങ്കിൽ ആത്മാഭിമാനം കുറവുള്ളവർ, അല്ലെങ്കിൽ അവനോട് തന്നെ സ്വയം വെറുപ്പ് തോന്നുന്നവർ, അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ഇൻ എക്സ്പ്രസിങ് ആങ്കർ. മറ്റുള്ളവരോട് ദേഷ്യം വന്നാൽ അത് അതിൻ്റെ നോർമലായ രീതിയിൽ കാണിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ആയിരിക്കും അവർ കാണിക്കുന്നത്. എസ്പെഷ്യലി എപ്പോഴും ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പേരൻസിൻ്റെ അടുത്ത് അമ്മയോടോ അച്ഛനോടോ ദേഷ്യം തോന്നുകയാണെങ്കിൽ അത് ഒന്നുകിൽ അവർ ഒന്നും കഴിക്കാതെ കാണിക്കും, അല്ലെങ്കിൽ പട്ടിണി കിടന്നൊക്കെ കാണിക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള റിവെഞ്ച്ഫുൾ മെക്കാനിസം ചിലതൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതും ഒരു ഇതിൻ്റെ എറ്റിയോളജിക്കൽ ഫാക്ടറിൽ വരും. അതായത് മോർ പ്രിവലൻ്റ് ഇൻ പേഴ്സൺ വിത്ത് ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ എക്സ്പ്രസിങ് ആങ്കർ. മനസ്സിലായോ? പിന്നെ അടുത്തത് വേറൊരു കാര്യമാണ്, മോർ ഇൻ പേഴ്സൺ വിത്ത് ഹിസ്റ്ററി ഓഫ് സെക്ഷൽ അബ്യൂസ് ആൻഡ് ഇൻ ദോസ് വിത്ത് ഡിപ്രഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഈ പറയുന്ന കണ്ടീഷൻസ് ഉള്ളവർക്കും ഈ ബുളിമിയ നെർവോസ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതൊക്കെയാണ്? നേരത്തെ എപ്പോഴെങ്കിലും സെക്ഷൽ അബ്യൂസിന് വിധേയരായിട്ടുള്ളവർ, അതല്ലെങ്കിൽ ദോസ് വിത്ത് ഡിപ്രഷൻ, നിരാശ അല്ലെങ്കിൽ വിഷാദ രോഗങ്ങൾക്ക് ചെറിയ വിഷാദഭാവം കാണിക്കുന്ന പേഴ്സണാലിറ്റി ഉള്ളത്, ഡിപ്രസീവ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയും. അവരുടെ പേഴ്സണാലിറ്റിയിൽ ഈ ഡിപ്രഷനുള്ള ട്രേറ്റ് ഇച്ചിരി മുൻപിൽ നിൽക്കും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാതെ പോയി കഴിഞ്ഞാൽ അവർ ഡിപ്രസ്ഡ് ആകുക, അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയിൽ ഇത് കൂടുതലാണ്. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് സാധാരണ നമുക്കറിയാമല്ലോ ലഹരി വസ്തുക്കളും അല്ലെങ്കിൽ കെമിക്കൽസും ഒക്കെ ആണ്, അതായത് അൺവാണ്ടഡായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ പേഴ്സൺസ് വിത്ത് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. അതിനകത്ത് ആൽക്കഹോളിസം വരും, പല പല ലഹരി വസ്തുക്കൾ, അങ്ങനെയുള്ള പല ഡ്രഗ്സ് ഇതൊക്കെ വരും, കെമിക്കൽസ് ഒക്കെ വരും. അങ്ങനെ ഈ സബ്സ്റ്റൻസ് അബ്യൂസിന് ഉടമകളായിട്ടുള്ളവർ. പിന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. നിങ്ങൾ ഗായത്രിമാരുടെ ചാപ്റ്റർ എടുത്തെന്നാണ് തോന്നുന്നത്. അതിനകത്ത് നിങ്ങൾ പഠിച്ചല്ലോ വാട്ട് ഈസ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന്. അതായത് മൈനർ ടൈപ്പ് ഓഫ് മെൻ്റൽ ഇൽനെസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഒബ്സഷൻ ആൻഡ് കമ്പൾഷൻ.
ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരിക, അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ആങ്സൈറ്റി ഉണ്ടാകും. അതുകൊണ്ട് അവർ ആ വരുന്ന തോട്ട് ചെയ്യാൻ വീണ്ടും വീണ്ടും ചെയ്യുക. ഈവൻ ദോ ദേ നോസ് ദാറ്റ് ദിസ് ഈസ് സംതിങ് അൺവാണ്ടഡ് തിങ്സ് ദേ ആർ ഡൂയിങ്. പക്ഷേ എന്നാലും അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അതാണ് ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ്. അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന ബുളീമിയ നെർവോസ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സൊസൈറ്റീസ് എംഫസിസ് ഓൺ, അതൊരു കൾച്ചറൽ ഫാക്ടറാണ് അടുത്തത് ഞാൻ പറയുന്നത്. അതായത് സൊസൈറ്റീസ് എംഫസിസ് ഓൺ അപ്പിയറൻസ് ആൻഡ് തിന്നസ്. അതായത് സാധാരണ സൊസൈറ്റിയിൽ ഒത്തിരി വണ്ണം ഉള്ളവരെക്കാളും അധികം വണ്ണമില്ലാതെ മെലിഞ്ഞ ആൾക്കാരോടാണ് ഇഷ്ടം. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സൊസൈറ്റീസ് എംഫസിസ് ഓൺ അപ്പിയറൻസ് ആൻഡ് തിന്നസ് എന്ന് പറഞ്ഞാൽ അത് ചിലർക്ക് അതായത് തിന്നസാണ്. പക്ഷെ ചില ഇതിലൊക്കെ ഉണ്ട് അതായത് ബൾക്കി ബോഡി ഇഷ്ടമുള്ളവരേ ഉണ്ട്. പക്ഷെ തിന്നസ് ഉള്ളവരോട് കൂടുതലാണ്. അതുകൊണ്ട് ഇവർ ഇങ്ങനെ കഴിച്ചാലും പിന്നെ അവർ ഈ വൊമിറ്റ് ചെയ്ത് കളയുന്നതും അല്ലെങ്കിൽ മറ്റുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അവർ തിന്നസിനോടാണ് അവരുടെ മാനസികമായിട്ട് ഇഷ്ടം. പക്ഷേ അവർ ഒരുപാട് കഴിക്കുന്നു, കൺട്രോൾ ഇല്ലാതെ ഒത്തിരി കഴിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മാനസിക പ്രശ്നം. ഓക്കെ. പിന്നെ ഫാമിലി ഡിസ്റ്റർബൻസ് ഓർ കോൺഫ്ലിക്റ്റ്. അതായത് ഫാമിലിയിലെ അച്ഛനും അമ്മയായിട്ടോ വേറെ ആരെങ്കിലും സിബ്ലിങ്സുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്ത റിലേറ്റീവ്സുമായിട്ടോ ഒക്കെ കോൺഫ്ലിക്റ്റോ അവരുമായിട്ടുള്ള IPR ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലോ അതും ഈ ഒരു ഡിസീസ് കണ്ടീഷന് കാരണമാകാം. അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് പറഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് മെയിൻലി എപ്പിസോഡ് ഓഫ് ഈറ്റിംഗ് ലാർജർ എമൗണ്ട് ഓഫ് ഫുഡ്. ഈ ലാർജർ എമൗണ്ട് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ ഫുഡ് കഴിക്കുന്ന എമൗണ്ട് പേഴ്സൺസിനെ അനുസരിച്ച് വേരി ചെയ്യും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് കഴിക്കുന്നവരും മോഡറേറ്റ് എമൗണ്ട് കഴിക്കുന്നവരും ഒത്തിരി കഴിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഇവർ വളരെ ലാർജ് എമൗണ്ട് അങ്ങ് കഴിക്കും. മനസ്സിലായി? അതാണ് പറയുന്നത് എപ്പിസോഡ് ഓഫ് ഈറ്റിംഗ് ലാർജർ എമൗണ്ട് ഓഫ് ഫുഡ്. ദിസ് ലാർജർ മീൻസ് മച്ച് മോർ ദാൻ എ നോർമൽ പേഴ്സൺ ഈറ്റ്സ്. അതുപോലെയുള്ള എമൗണ്ട് അവർ കഴിക്കുന്നത്. ദെൻ ഡ്യൂറിങ് ബിഞ്ച് ഈറ്റിംഗ് എപ്പിസോഡ് സെൻസ് ഓഫ് ലാക്ക് ഓഫ് കൺട്രോൾ. അതായത് കഴിക്കാൻ തുടങ്ങിയാൽ അവരങ്ങ് ഒത്തിരി കഴിക്കും. ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക പ്രകൃതങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഡ്യൂറിങ് ബിഞ്ച് ഈറ്റിംഗ് എപ്പിസോഡ്സ് സെൻസ് ഓഫ് ലാക്ക് ഓഫ് കൺട്രോൾ. ദെൻ അവരുടെ ബോഡി ദേ വിൽ അപ്പിയർ ആസ് ബോഡീസ് വിത്ത് തിൻ നോർമൽ ഓർ സ്ലൈറ്റ് ഓവർവെയ്റ്റ് അപ്പിയറൻസ് വിത്ത് ഹിസ്റ്ററി ഓഫ് ഫ്രീക്വൻറ്റ് വെയ്റ്റ് ഫ്ലക്ച്വേഷൻസ്. പക്ഷേ ഇവരെ കാഴ്ചയിൽ നോക്കിയാൽ ചിലപ്പോൾ ഈ വ്യക്തികൾ തിന്നായിരിക്കാം, അല്ലെങ്കിൽ നോർമൽ വെയിറ്റ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സ്ലൈറ്റ് ഓവർ വെയ്റ്റ് ഉള്ളവർ, ഇച്ചിരി വണ്ണം കൂടുതലുള്ളവരും ആയിരിക്കാം. പക്ഷേ അവരുടെ അപ്പിയറൻസ് അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ വെയിറ്റ് പലവിധം ഫ്ലക്ച്വേഷൻസ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞില്ലേ, അവർ ഒത്തിരി കഴിക്കുന്നെങ്കിൽ ഒരു ദിവസം ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ഒന്നും കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഡയറ്റിംഗ് നോക്കുക, അല്ലെങ്കിൽ പട്ടിണി കിടക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ വെയിറ്റ് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ? ഒത്തിരി കലോറി ഉള്ളിൽ ചെല്ലുമ്പോൾ വെയിറ്റ് കൂടുമല്ലോ. പിന്നെ 2 ദിവസം ഒന്നും കഴിക്കാതെ കിടക്കുക, അല്ലെങ്കിൽ ഡയറ്റ് നോക്കുക, അല്ലെങ്കിൽ ഓവർ എക്സസൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ബോഡിയുടെ വെയിറ്റ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു നോർമൽ സ്റ്റാറ്റിക് വെയിറ്റ് ഒരിക്കലും അവർ കാണിക്കത്തില്ല. കാരണം എന്താ? അവരുടെ ഈറ്റിംഗ് പാറ്റേൺ അങ്ങനെയാണ്. ബിഞ്ച് ഈറ്റിംഗ്, ദെൻ ഫോളോഡ് ബൈ ഡയറ്റിംഗ്, അല്ലെങ്കിൽ ടേക്കിംഗ് പർഗേറ്റീവ്സ്, അല്ലെങ്കിൽ ഇൻഡ്യൂസിങ് വോമിറ്റിംഗ്, യൂസ് ഓഫ് ലാക്സേറ്റീവ്, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ്. ഇങ്ങനെയുള്ള പല പരിപാടികൾ അവർ കാണിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അവർക്കൊരു സ്റ്റാറ്റിക് വെയിറ്റ് ഒരിക്കലും അവരുടെ വെയിറ്റ് നോക്കി എപ്പോഴും അത് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ. പിന്നെ അവർക്ക് അബ്ഡോമിനൽ ആൻഡ് എപ്പിഗ്യാസ്ട്രിക് പെയിൻ കാണിക്കാം. അതെന്തുകൊണ്ടാണ്? സ്റ്റൊമക്കിൻ്റെ പൊസിഷൻ അവിടെയാണ്, എപ്പിഗ്യാസ്ട്രിക് റീജിയനിലാണ്. അല്ലേ? നമുക്കറിയാം അനാറ്റമി പഠിച്ചപ്പം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻലി എപ്പിഗ്യാസ്ട്രിക് പെയിൻ അവർക്ക് കൂടുതലായിരിക്കും. കാരണം ഒത്തിരി സ്റ്റൊമക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പം ഇൻറ്റേർണൽ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകുകയോ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പെയിൻ ഉണ്ടാകാം. അതാണ് പറയുന്നത് അബ്ഡോമിനൽ ആൻഡ് എപ്പിഗ്യാസ്ട്രിക് പെയിൻ. അബ്ഡോമിനൽ എന്ന് പറയുമ്പം പിന്നെ അതങ്ങോട്ട് സ്റ്റൊമക്കിൽ നിന്ന് ഡ്യൂയോഡനത്തിലോട്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിൽ കൂടെയൊക്കെ മൂവ് ചെയ്യേണ്ട ഇത്രയും ബൾക്ക് ഓഫ് ഫുഡ്. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ചില ഡിസ്കംഫേർട്ട്സ് അബ്ഡോമിനലും എപ്പിഗ്യാസ്ട്രൽ റീജിയനിലും കാണിക്കാം. പിന്നെ അമിനോറിയ ഇൻ കേസ് ഓഫ് ഫീമെയിൽസ്, അവർക്കെപ്പോഴും അവരുടെ മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പീരിയഡ്സ് ഒക്കെ വരാൻ ഒരുപാട് ലേറ്റ് ആവുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ അവർക്കുണ്ടാകാം. പിന്നെ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്,
അതെന്തുകൊണ്ടാണ്? കാരണം അവർ ഒരുപക്ഷെ ഡയോട്ടിക്സ് എടുക്കാം, അതല്ലെങ്കിൽ അവർ ഇൻഡ്യൂസ്ഡ് വൊമിറ്റിങ് നടത്താം, അല്ലെങ്കിൽ അവർ ആവശ്യത്തിന് ഫ്ലൂയിഡ് കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഡയോട്ടിക്സ് എടുക്കാം. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഇവരുടെ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് കാണിക്കും. മനസ്സിലായി? പിന്നെ അതുകൂടാതെ അവർക്ക് എപ്പോഴും ഒരു എക്സാജറേറ്റഡ് സെൻസ് ഓഫ് ഗിൽറ്റ്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമാണല്ലോ, ഞാൻ ഒത്തിരി കഴിക്കുന്നു, മറ്റുള്ളവർ കഴിക്കുന്നതിനെക്കാട്ട് കൂടുതൽ ഇത് കഴിക്കുന്നു. ഏതെങ്കിലുമൊക്കെ പാർട്ടിക്ക് പോകുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊക്കെ ഒരുപാട് കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു നാണക്കേട് തോന്നാം. മനസ്സിലായോ? അങ്ങനെ അത് പലപ്പോഴും അവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ്, സെൻസ് ഓഫ് ഗിൽറ്റ് കൂട്ടാം. അതും ഒരു മാനസികമായ പ്രശ്നമാണ്. ഇത്രയാണ് അവരുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, എപ്പിസോഡ്സ് ഓഫ് ടേക്കിംഗ് ലാർജർ എമൗണ്ട് ഓഫ് ഫുഡ്, then during binge eating they cannot control their eating, then their appearance may be thin, normal or slight overweight appearance with history of frequent weight fluctuations, then abdominal pain and epigastric pain, amenorrhea in case of females, then fluid electrolyte imbalance and exaggerated sense of guilt. Okay, അതാണ് അവരുടെ മെയിൻ പ്രശ്നം. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനകത്ത് വേറെയുള്ള പുവർ ഇമ്പൾസ് കൺട്രോൾ. അതായത് അവർക്ക് അവരുടെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇമ്പൾസ് കൺട്രോൾ എന്ന് വെച്ചാൽ അവർ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി ചിന്തിക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഇവർ. അതാണ് പറയുന്നത് ദ പേഴ്സൺ വിത്ത് പുവർ ഇമ്പൾസ് കൺട്രോൾ എന്ന് വെച്ചാൽ അവർ ഓരോ കാര്യം ആലോചിക്കുന്ന അതുപോലെ അതിൻ്റെ ബാഡ് ഇഫക്റ്റിനെയോ ഗുഡ് ഇഫക്റ്റിനെയോ കോൺസിക്വൻസിനെ പറ്റി ഒന്നും തന്നെ പരിണത ഫലങ്ങളെ പറ്റി ആലോചിക്കാതെ എടുത്തുചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഇവർ. ഓക്കെ, പിന്നെ ലോ ടോളറൻസ് ടു ഫ്രസ്ട്രേഷൻസ്. നിരാശകളിലെ എന്തെങ്കിലും ജീവിതത്തിൽ നിരാശ വന്നാൽ അതിനെ ഹെൽത്തി ആയിട്ട് അഭിമുഖീകരിക്കാൻ അവർക്ക് കപ്പാസിറ്റി കാണത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലോ ടോളറൻസ് ടു ഫ്രസ്ട്രേഷൻസ്. പിന്നെ എക്സസീവ് എക്സസൈസ് റെജിം. അവർക്ക് എപ്പോഴും ഒരുപാട് എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും. കാരണം അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ ഒത്തിരി കഴിക്കുന്നു എന്നുള്ളൊരു ചിന്ത, ഗിൽറ്റ് ഫീലിംഗും ഒക്കെ അവരുടെ മനസ്സിലുണ്ട്. അയ്യോ എനിക്ക് വണ്ണം കൂടുമോ എന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് അവർ എപ്പോഴും വളരെ വ്യായാമം, ഹാർഡ് അല്ലെങ്കിൽ ഹെവി എക്സസൈസ് ചെയ്യാൻ വളരെ താല്പര്യമുള്ളവരായിരിക്കും ഡെയിലി. അതാണ് പറയുന്നത് എക്സസീവ് എക്സസൈസ് റെജിമെൻറ്റ് അവർക്കുണ്ടാകും. സാധാരണ നമ്മൾ എക്സസൈസ് ബോഡിക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്യുന്നതാണ്. ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അത് മസ്റ്റ് ആക്കണം. പല സിസ്റ്റമിക് ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാർഡിയാക് പ്രോബ്ലം ആണെങ്കിലും, അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രീമിയ, അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കുറയ്ക്കാൻ എക്സസൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പേഷ്യൻസ് അങ്ങനെയല്ല. ഇവർ ഒത്തിരി എക്സസീവ് എക്സസൈസ് ചെയ്യും. ഇവരുടെ ലക്ഷ്യം അവരൊക്കെ വണ്ണം കൂടാൻ പാടില്ല, തിന്നായിട്ടിരിക്കണം, നോർമൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, ഈവൻ ദോ ദേ ആർ ഈറ്റിംഗ് ടു മച്ച്. ഓക്കെ, അതിനു വേണ്ടിയാണ് അവർ എക്സസൈസ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് അവരുടെ എക്സസീവ് എക്സസൈസ് റെജിമാണ് അവരെപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ അവർക്ക് വേറെ മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൊമിറ്റിംഗ് ഉണ്ടാകാം, യൂസിങ് ലാക്സേറ്റീവ്, ഡയോറിറ്റിക്സ്, ഫാസ്റ്റിംഗ് ആൻഡ് എക്സസീവ് എക്സസൈസ്. ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുന്നത്. ഓക്കെ, പിന്നെ ഇനി ഈ ഡിസീസിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് പേഷ്യൻ്റെ ഡിസീസ് കണ്ടീഷൻ, എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ അവർ കാണിക്കുന്നത്, കാരണം എന്താണ്, എങ്ങനെയൊക്കെയാണ് അത് അവർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി ഇതിൻ്റെതായ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഗ്യാസ്ട്രിക് റപ്ചർ ഡ്യൂറിങ് എപ്പിസോഡ് ഓഫ് ബിഞ്ച് ഈറ്റിംഗ്. അതായത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ പറയുന്ന ഗ്യാസ്ട്രിക് റപ്ചറോ അല്ലെങ്കിൽ ഒക്കറൻസ് ഓഫ് പെർഫറേഷൻ ഒക്കെ അങ്ങനെയൊക്കെ സ്റ്റൊമക്കിലുണ്ടാകാം. അതൊരു കോംപ്ലിക്കേഷനാണ്. മനസ്സിലായോ? പിന്നെ പ്രോബ്ലംസ് ഇൻ മൗത്ത് സച്ച് ആസ് ഡെൻ്റൽ കേരീസ്, ഇറോഷൻ ഓഫ് ടൂത്ത് ഇനാമൽ, പരോട്ടൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദി സലൈവറി ഗ്ലാൻഡ്, പരോട്ടൈറ്റിസ് ആൻഡ് ഗം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഇവരിൽ കൂടുതലായിരിക്കും. കാരണം അവരവരുടെ ചിവിങ്ങിനും അല്ലെങ്കിൽ സോളോയിങ്ങിനും അങ്ങനെയുള്ള കാര്യത്തിന് ഈ മൗത്ത് കൂടുതലായിട്ട് എക്സസൈസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലതരമുള്ള ഇപ്പം പുളി ചേർത്തതും അല്ലെങ്കിൽ ഒത്തിരി എരി ചേർന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫുഡിനകത്തുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ആ കെമിക്കൽസൊക്കെ എപ്പോഴും ഇൻ കോണ്ടാക്ട് വിത്ത് മൗത്ത്, മ്യൂക്കസ് മെമ്പറൈൻ, അതുപോലെ തന്നെ ഗമ്മ്, ടീത്ത്, ഇതൊക്കെ ആയിട്ട് എപ്പോഴും ഇൻട്രാക്ഷനിലായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒത്തിരി മൗത്ത് പ്രോബ്ലംസ് ഒക്കെ
ഇവർക്കുണ്ടാകും. അതായത് പ്രോബ്ലംസ് ഇൻ ദ മൗത്ത് സച്ച് ആസ് ഡെൻ്റൽ കേരീസ്. അപ്പോൾ ഒരുപാട് മധുരം ഉണ്ടാക്കി കഴിച്ചാൽ ഡെൻ്റൽ കേരീസ് വരാൻ എളുപ്പമാണ്. ഇപ്പോൾ തന്നെയാണ് നൈറ്റിലൊക്കെ വല്ലതും കഴിച്ചിട്ട് ശരിക്കും മൗത്തൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാതെ കിടന്നുറങ്ങിയാൽ ഡെൻ്റൽ കേരീസ് കൂടുതലായിട്ട് വരും, അല്ലേ? പിന്നെ അതുകൂടാതെ ഇറോഷൻ ഓഫ് ടൂത്ത് ഇനാമൽ, അതെന്തെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ പല്ലിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് വരാം. പിന്നെ സലൈവറി ഗ്ലാൻഡിൻ്റെ ഓവർ സെക്രീഷനോ അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ടാവാം. പരോട്ടൈറ്റിസ് ഓർ ഇൻഫ്ലമേഷൻ ഓഫ് സലൈവറി ഗ്ലാൻഡ്. പരോട്ടൈറ്റിസ് സ്പെല്ലിങ് PAROTITIS ആണ്. ആൻഡ് ഗം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ജിഞ്ചിവൈറ്റിസ്. ഇത്രയാണ് മൗത്ത് പ്രോബ്ലം. പിന്നെ അവർക്ക് കാണിക്കാവുന്ന വേറെ കോംപ്ലിക്കേഷനാണ് ഡീഹൈഡ്രേഷൻ ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, പേഷ്യൻസ് ചിലപ്പം ഡയൂററ്റിക്സ് ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവർ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്ത് ഒത്തിരി വോമിറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ക്രോണിക് ഇറഗുലർ ബവൽ മൂവ്മെൻറ്റ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ഡ്യൂ ടു ലാക്സേറ്റീവ് യൂസ്. അതായത് എപ്പോഴും ലാക്സേറ്റീവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഡെയിലി അത് ഉപയോഗിച്ചാൽ മാത്രമേ സ്റ്റൂള് പോകത്തുള്ളൂ, അങ്ങനെയൊക്കെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി വെച്ചത് 1-2 ദിവസം അത് എടുത്തില്ലെങ്കിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലമും ഇവർക്ക് കൂടുതലായിട്ടുണ്ടാകാം. അതും ഒരു കോംപ്ലിക്കേഷനാണ്. പിന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സൂയിസൈഡ് ആൻഡ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസ്. പിന്നെ ഇവർ ലഹരി മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കാൻ ടെൻഡൻസി ഉണ്ടാക്കും. പിന്നെ ഈ പറയുന്ന ഡിപ്രഷൻ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ ആയതുകൊണ്ട് അവരോട് തന്നെ അവജ്ഞയാണ്, പുച്ഛമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അവർക്ക് അവരുടെ ഈറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം അവർക്ക് കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ജീവിക്കുന്നത്, എൻ്റെ ഒരു ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ ലൈഫ് എന്നൊക്കെയുള്ളൊരു തോന്നൽ വരുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ആൻഡ് ഐഡിയേഷനും ഒക്കെ ഉണ്ടാകാം. പിന്നെ അവർ ഇതൊക്കെ മറക്കാനുള്ള കാരണം എന്ന രീതിയിൽ സബ്സ്റ്റൻസ് അബ്യൂസ്, ലഹരി മരുന്നുകളും ഒക്കെ ഉപയോഗിക്കാം, അല്ലേ? ജീവിതത്തിലെ വിഷാദം മാറ്റാൻ ആൽക്കഹോൾ കഴിക്കുന്നതെന്നൊക്കെ ചില പേഷ്യൻസിന് കോൺസെപ്റ്റ് ഇല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഇവരും എല്ലാം മറക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാം. പിന്നെ സൂയിസൈഡൽ ടെൻഡൻസി ഇവർക്കുണ്ടാകാം. ഓക്കെ. പിന്നെ ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ പേഷ്യൻ്റെ പ്രോപ്പർ ഹിസ്റ്ററി എടുക്കണം. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഇവാലുവേഷൻ ടു റൂൾ ഔട്ട് എനി അപ്പർ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ഡിസോർഡർ. അതായത് പേഷ്യൻറ്റിന് അതിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് കുറേയൊക്കെ നല്ലപോലെ മനസ്സിലാവും, എത്ര പ്രാവശ്യം പേഷ്യൻ്റ് കഴിക്കുന്നുണ്ട്, എത്ര എമൗണ്ട് കഴിക്കും, അതൊക്കെ പ്രോപ്പർ ഹിസ്റ്ററി കളക്ഷൻ ആവണമെന്ന് മാത്രം. മനസ്സിലായോ? പേഷ്യൻറ്റിന് നല്ല ഒരു IPR ഒക്കെ ഡെവലപ്പ് ചെയ്ത് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടത്തക്കണം ഹിസ്റ്ററി എടുക്കണം. പിന്നെ പേഷ്യൻ്റെ വീട്ടിലുള്ളവരെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടുതൽ പേഷ്യൻറ്റുമായിട്ട് ക്ലോസ്ലി ഇൻറ്ററാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ഹിസ്റ്ററി കളക്ട് ചെയ്യാം. അവർ ഈ പേഴ്സണോടൊപ്പം ജീവിക്കുന്നവരായതുകൊണ്ട് അവർക്ക് ഒബ്സർവ് ചെയ്ത് പല പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അപ്പോൾ അവരിൽ നിന്ന് ഹിസ്റ്ററി കളക്ട് ചെയ്യാം. പിന്നെ മെഡിക്കൽ ഇവാലുവേഷൻ, അതെന്തിനാന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം, ഇങ്ങനെ ഒരുപാട് കഴിക്കാൻ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ എന്തെങ്കിലും പത്തോളജി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മെഡിക്കൽ ഇവാലുവേഷൻ നടത്താം. അതിനകത്ത് ഗ്യാസ്ട്രോസ്കോപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് പറയുന്ന ഇൻവെസ്റ്റിഗേഷനൊക്കെ അവിടെ ചെയ്യേണ്ടി വരും. to rule out any problem in the GI tract or any disorder of the GI tract. പിന്നെ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ടു ഡിറ്റക്ട് ഡിപ്രഷൻ. അതായത് ഇവരുടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള നിരാശയോ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലമോ പേഷ്യൻ്റുണ്ട്, ഒരു പക്ഷേ പേഷ്യൻ്റ് അത് ആരോടും മെഡിലേറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള ഒരു അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു മെക്കാനിസം പോലെ ആയിരിക്കാം ഈ പേഷ്യൻ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പേഷ്യൻ്റെ എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടോ, വേറെ ഏതെങ്കിലും മാനസിക പ്രശ്നങ്ങൾ പേഷ്യൻറ്റിന് ഉണ്ടോ എന്നുകൂടി മനസ്സിലാക്കണം. അതാണ് സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ടു ഡിറ്റക്ട് ഡിപ്രഷൻ. പിന്നെ ലാബറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് മൊത്തം ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഡിസീസ് കണ്ടെത്തി ട്രീറ്റ്മെൻറ്റൊക്കെ പ്രോപ്പർലി കൊടുക്കണമെങ്കിൽ പേഷ്യൻ്റെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും ഡീഹൈഡ്രേഷനും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ സിംറ്റമറ്റോളജി കണ്ടു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി സീറം ഇലക്ട്രോലൈറ്റ്സ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സീറം ബ്ലഡ് ഷുഗർ, പിന്നെ പേഷ്യൻറ്റിൻ്റെ യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, സോഡിയം, പൊട്ടാസ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. ചിലപ്പം പേഷ്യൻറ്റിന് പൊട്ടാസ്യം ലെവലൊക്കെ വളരെ കുറവായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം ലാബറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് ഇലക്ട്രോലൈറ്റ്സിനും അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യണം. അത് ഡോക്ടർ അഡ്വൈസ് ചെയ്യും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആഫ്റ്റർ എക്സാമിനേഷൻ. പിന്നെ കൺഫർമേഷൻ വിത്ത് ICD ക്രൈറ്റീരിയ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് പഠിച്ചപ്പം ഓരോ ഡിസീസും ഡയഗ്നോസ് ചെയ്യുന്നതിന് ഓരോ പേഷ്യൻ്റ് ആ ഡിസീസിന് ഓരോ ക്രൈറ്റീരിയ ഉണ്ട്.
ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ രോഗിക്ക് ആ ഡിസീസ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? അത് ICD-10 അനുസരിച്ച് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസാണ് ICD. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന ബുളീമിയ നെർവോസയ്ക്കും ചില ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ പേഷ്യൻ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, പേഷ്യൻറ്റിന് അതിൽ പറയുന്ന സിംറ്റമറ്റോളജി എല്ലാം ക്രൈറ്റീരിയ എല്ലാം പേഷ്യൻ്റ് ഉണ്ടോ എന്നും കൂടെ നോക്കണം. എങ്കിൽ മാത്രമേ ആ ഡിസീസ് ആണ് ഇതെന്ന്. ഇപ്പോൾ ഒരാൾ ഒരു ദിവസം ഇച്ചിരി കൂടുതൽ കഴിച്ചെന്നും പറഞ്ഞോ, അല്ലെങ്കിൽ 2 ദിവസം കൂടുതൽ കഴിച്ചെന്നും പറഞ്ഞോ, അങ്ങനെയൊന്നും ചിലപ്പോൾ നമുക്കൊരു ഡയഗ്നോസിലെത്താൻ പറ്റില്ല. പക്ഷേ അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റിനെ ഈ ഒരു ഡിസീസ് ഉള്ള ആളായിട്ട് കൺഫേം ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പറയുന്നത് കൺഫർമേഷൻ വിത്ത് ICD ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഡ്രഗ് തെറാപ്പി ഉണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്, ഫാമിലി തെറാപ്പി ഉണ്ട്. ഓക്കെ, ഈ ഡ്രഗ് തെറാപ്പിക്കകത്ത് മെയിൻലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കും. അതായത് ആൻറ്റി ഡിപ്രസൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഡിപ്രഷൻ ഒരു കാരണമായിട്ടാണ് ഇതുണ്ടാകുന്നതെന്ന് സൈക്കാട്രിസ്റ്റിന് മനസ്സിലായാൽ ആൻറ്റി ഡിപ്രസൻറ്റ് SSRI കൊടുക്കുന്നത്. അതായത് SSRI എന്ന് പറയുന്ന ആൻറ്റി ഡിപ്രസൻ്റ് ഒരുപാട് സ്ഥലമുണ്ടല്ലോ, അതിനകത്ത് SSRI ആണ് പേഷ്യൻറ്റ് മോസ്റ്റ് സൂട്ടബിളായിട്ട് കണ്ടേക്കുന്നത്, അത് കൊടുക്കും. പിന്നെ പൊട്ടാസ്യം ആൻഡ് അയൺ സപ്ലിമെൻറ്റ്സ്, അതാണ് ഡ്രഗ് തെറാപ്പിയിൽ മെയിൻലി ഉള്ളത്. പിന്നെ നേഴ്സിംഗ് മാനേജ്മെൻറ്റിനകത്ത് വരുമ്പം എൻഗേജ് ദ പേഷ്യൻ്റ് ഇൻ തെറാപ്യൂട്ടിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റുമായിട്ട് ഒരു നല്ല അതായത് പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് പേഷ്യൻറ്റുമായിട്ട് വരുത്തിയിട്ട് അങ്ങനെ വേണം പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റിന് ആദ്യം തന്നെ ഇൻവോൾവ് ചെയ്യിക്കാൻ. അതായത് ഇപ്പം നമ്മൾ പല പല കാര്യങ്ങൾ എക്സാമിൻ ചെയ്ത് പേഷ്യൻറ്റ് ബുളിമിയ നെർവോസ ആണെന്ന് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നു. പക്ഷേ എന്നാലും പേഷ്യൻ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഡിസീസിൽ നിന്ന് റിക്കവറി ഉണ്ടാകണമെന്നുള്ള തരത്തിൽ കൂടുതലും പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനകത്ത് കൂടുതലും വേണ്ടത്. ഒരു മെഡിസിൻ കൊടുത്താൽ മാത്രമല്ല, പേഷ്യൻറ്റിൻ്റെ കോപ്പറേഷൻ വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് എൻഗേജ് ദ പേഷ്യൻ്റ് ഇൻ തെറാപ്യൂട്ടിക് അലയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ തെറാപ്യൂട്ടിക് ആയിട്ട് ഉള്ള ഒരു മോട്ടിവേറ്റഡ് ആകണം പേഷ്യൻ്റ്. അത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പറയുന്ന എല്ലാം തന്നെ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം ഫുഡ് കഴിക്കുന്നത് പേഷ്യൻ്റ് ആണല്ലോ. ഇപ്പം നമ്മളുടെ മുമ്പ് വെച്ച് ഇന്ന ഫുഡ് കഴിക്കണമെന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രായപൂർത്തിയായ പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായാൽ അയാൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ പറ്റും. പക്ഷേ അതല്ല എങ്കിൽ ഡോക്ടർ പറയും പേഷ്യൻ്റ് ചെയ്യുന്ന അങ്ങനെയൊന്നും അല്ല, പേഷ്യൻറ്റിന് കൺട്രോളിങ് മൈൻഡ് അല്ല എങ്കിൽ ഒരുപക്ഷെ പേഷ്യൻ്റ് അത് ചെയ്തില്ല എങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലാതെ വരും. അപ്പോൾ അങ്ങനെ വരുന്നതാണ് പറയുന്നത് എൻഗേജ് ദ പേഷ്യൻ്റ് ഇൻ തെറാപ്യൂട്ടിക് അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതായത് തെറാപ്യൂട്ടിക് അലയൻസ് ഇൻ ഒബ്റ്റെയിൻ കമ്മിറ്റ്മെൻറ്റ് ടു ട്രീറ്റ്മെൻറ്റ്. പേഷ്യൻ്റ് അതിനോട് ചികിത്സയോട് നീതി പുലർത്തുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയും ബിഹേവിയറും ഒക്കെ പേഷ്യൻ്റ് കാണിക്കണം. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എസ്റ്റാബ്ലിഷ് കോൺട്രാക്റ്റ് വിത്ത് ദ പേഷ്യൻ്റ്. അതായത് പേഷ്യൻറ്റുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കുക. എന്താണെന്നറിയാമോ? അതായത് ദ സ്പെസിഫിക് എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ഫുഡ് ഹി ഷുഡ് ഈറ്റ് വിത്ത് ഈച്ച് മീൽ. അപ്പം ഒരുപക്ഷെ ഡയറ്റീഷ്യൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി പേഷ്യൻ്റ് വേണ്ടി ഒരു ഫുഡ് റെജീമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന ഫുഡ് ഓരോ ദിവസവും ഇന്ന ഫുഡ് കഴിക്കണം, ഇത്ര മാത്രം ഇൻക്ലൂഡ് ചെയ്യണം, ഇത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്നൊക്കെയുള്ള ഒരു ഷെഡ്യൂൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പേഷ്യൻ്റ് ചെയ്യാം എന്നുള്ള ഒരു കോൺട്രാക്റ്റ് പേഷ്യനോട് നേരത്തെ തന്നെ ഒബ്റ്റെയിൻ ചെയ്യണം. നമ്മൾ കോൺട്രാക്റ്റ് എഴുതി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ ഇന്നതുപോലെ നിങ്ങൾ പറയുന്ന പോലെ ഇന്ന ഫുഡ് ഓരോ ദിവസവും പറയുന്ന തരത്തിലുള്ള ഇന്ന ഫുഡൊക്കെ ഞാൻ കഴിച്ചോളാം എന്ന് പേഷ്യൻറ്റിനോട് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഉറപ്പ് തരണം തീർച്ചയായിട്ടും ഇതൊക്കെ കഴിച്ചോളാമെന്ന്, അല്ലേ? അത് ഈ പറയുന്ന ബെറ്റർമെൻറ്റ് ഈസ് ഫോർ ദ പേഷ്യൻറ്റ്, നോട്ട് ഫോർ എനിബഡി എൽസ് ഓർ ട്രീറ്റിംഗ് പേഴ്സൺ. അത് അയാളെ മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തോളാമെന്ന് എഴുതി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൽ നിന്ന് ഉറപ്പ് കിട്ടിയതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് നടത്തിയാലേ പ്രയോജനമുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എസ്റ്റാബ്ലിഷ് കോൺട്രാക്റ്റ് വിത്ത് ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് എസ്റ്റാബ്ലിഷ് കോൺട്രാക്റ്റ് വിത്ത് ദ പേഷ്യൻറ്റ് ദാറ്റ് സ്പെസിഫിക് എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ഫുഡ്
ഹി ഓർ ഹി മേ ഈറ്റ് അറ്റ് ഈച്ച് മീൽ. അതായത് ഓരോ ആഹാരത്തിനും ഓരോ പ്രാവശ്യത്തിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകിട്ട്, ഇങ്ങനെ ഓരോ പ്രാവശ്യം എത്ര എമൗണ്ട് ഫുഡ്, എത്ര പ്രാവശ്യം ഫുഡ് കഴിക്കണം, എത്ര എമൗണ്ട് കഴിക്കണം എന്നുള്ളത് പറയുന്ന പോലെ തന്നെ കേൾക്കാം എന്നുള്ളൊരു ഉറപ്പ് പേഷ്യൻറ്റിൽ നിന്ന് നേടിയിരിക്കണം. ഓക്കെ. പിന്നെ സെറ്റ് ടൈം ലിമിറ്റ് ഫോർ ഈച്ച് മീൽ. അതായത് നല്ലപോലെ ഒരു ടൈം ടേബിൾ, റെജിം ഉണ്ടാക്കുക. ഫുഡ് എപ്പോഴൊക്കെ കഴിക്കണം. ഇപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ 3 തരത്തിലാണ് യൂഷ്വലി കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തത വരുത്താം. പേഷ്യൻറ്റിന് മോർ ഫ്രീക്വൻസി കൊടുക്കാം, മോർ എമൗണ്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ വരുമ്പം പേഷ്യൻ്റെ കലോറി ഇൻടേക്ക് ആവശ്യത്തിനുണ്ടാകണം. ഒരു നോർമലായിട്ടുള്ളൊരു ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നോർമൽ കലോറി ഇൻടേക്ക് കിട്ടത്തക്കവണ്ണം ഒരു ഡയറ്ററി പാറ്റേൺ ഉണ്ടാക്കി കൊടുത്താൽ അത് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് സെറ്റ് ടൈം ലിമിറ്റ് ഫോർ ഈച്ച് മീൽ. ഇപ്പോൾ 3 പ്രാവശ്യം ഭക്ഷണം കൊടുക്കുക എന്നുള്ള ആ ഒരു മെത്തേഡിൽ നിന്ന് മാറിപ്പോകാം. 3 പ്രാവശ്യത്തിൽ കൂടുതൽ കൊടുക്കാം, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം, അങ്ങനെയൊക്കെ വരാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറ്റീഷ്യൻ ഓർ ദ തെറാപ്പിസ്റ്റ്. ഓക്കെ. അപ്പോൾ പേഷ്യൻ്റ് അതിനോട് സഹായിക്കണം. അതുകൊണ്ട് സെറ്റ് ടൈം ലിമിറ്റ് ഫോർ ഈച്ച് മീൽ. പിന്നെ ഐഡൻറ്റിഫൈ പേഷ്യൻസ് എലിമിനേഷൻ പാറ്റേൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിക്കുന്ന ഫുഡെല്ലാം എങ്ങനെ പോകുന്നു എന്നുള്ളതും കൂടെ അറിയണമല്ലോ. പേഷ്യൻ്റ് പർഗേറ്റീവ്സ് എല്ലാം എടുത്ത് ആരും അറിയാതെ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡയോറിറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ടോ, പേഷ്യൻറ്റിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ്, ഹൗ മെനി ടൈംസ് ഈസ് ഗോയിങ് ടു ടോയ്ലറ്റ് ഫോർ ഡെഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒബ്സർവ് ചെയ്യണം. അതാണ് ഐഡൻറ്റിഫൈ പേഷ്യൻസ് എലിമിനേഷൻ പാറ്റേൺസ്. പിന്നെ ടീച്ച് പേഷ്യൻ്റ് ടു കീപ്പ് എ നോട്ട് ഓഫ് മോണിറ്ററിങ് ദ ഹൈ റിസ്ക് സിറ്റുവേഷൻ ദാറ്റ് ലീഡ്സ് ടു ബിഞ്ചിങ് ആൻഡ് പർഡിങ് ബിഹേവിയർ. അതായത് പേഷ്യൻറ്റിന് ഈ ബിഞ്ചിങ്, അതായത് എപ്പോഴും പേഷ്യൻ്റ് ചെയ്യുന്നില്ല എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ചില സമയത്ത് കഴിക്കണമെന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ പേഷ്യൻ്റ് ഇരുന്നങ്ങ് ഒത്തിരി കഴിക്കുക. പിന്നെ കുറച്ച് ദിവസം ആഹാരം ഇല്ലാതെ ഉപയോഗിക്കാതെ ഇരിക്കാനും പേഷ്യൻ്റ് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇയാളുടെ റെഗുലർ ഹാബിറ്റ് അല്ല. അപ്പോൾ ഈ ബിഞ്ച് ഈറ്റിങ്ങിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടാകാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ എന്നും കൂടെ മനസ്സിലാക്കാൻ നോക്കണം. അതാണ് പറയുന്നത്. അതായത് ടീച്ച് ദ പേഷ്യൻറ്റ് ടു കീപ്പ് എ നോട്ട് ഓഫ്. അത് അയാൾ തന്നെ ഒബ്സർവ് ചെയ്ത് സൂക്ഷിക്കാം. എപ്പോഴൊക്കെയാണ് ഇയാൾക്ക് ഒത്തിരി ബിഞ്ച് ഈറ്റിങ്ങിന് ഒരു ടെംപ്റ്റേഷൻ വരുന്നതെന്നുള്ളത് ലെറ്റ് ഹിം ഫൈൻഡ് ഔട്ട് ഹിംസെൽഫ് ആൻഡ് കീപ്പ് എ നോട്ട് ഓഫ് ഇറ്റ്. മനസ്സിലായി? അപ്പോൾ അതായത് അയാളെ തന്നെ ഒന്ന് ശരിക്കും അസസ് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. കാരണം നമ്മൾ പേഷ്യനോട് പറയാൻ മാത്രമേ പറ്റൂ എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബിഞ്ച് ഈറ്റിങ്ങിനുള്ള ഒരു ടെൻഡൻസി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് തന്നെ പറയാൻ കഴിയണം. ആ പേഷ്യൻ്റ് അത് തന്നെ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോഴേ അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് അത് കുറേ കൂടെ ഇഫക്റ്റീവാണ്. കുറേ കൂടെ ട്രീറ്റ്മെൻറ്റ് എന്ത് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനും അല്ലെങ്കിൽ എന്ത് തെറാപ്പി കൂടുതൽ ഇഫക്റ്റീവ് ആകുമെന്ന് മനസ്സിലാക്കാനും ഒക്കെ അത് സഹായിക്കും. ദാറ്റ് ഈസ് വെൻ ടീച്ച് ദ പേഷ്യൻറ്റ് കീപ്പ് എ നോട്ട് ഓഫ് മോണിറ്ററിങ് ദ ഹൈ റിസ്ക് സിറ്റുവേഷൻസ് ദാറ്റ് ലീഡ് ടു ബിഞ്ചിങ് ആൻഡ് പർഗിങ് ബിഹേവിയർ. മനസ്സിലായോ? പിന്നെ അടുത്തത്, ഇതെല്ലാം മാനസിക പ്രശ്നമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് 100% പേഷ്യൻറ്റിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ 100% മനസ്സിലാകത്തില്ല. പേഷ്യൻറ്റിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ബിക്കോസ് മൈൻഡ് ഈസ് വിത്ത് ഹിം ഓൺലി, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഏതൊക്കെ സമയത്ത് ഏതൊക്കെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇദ്ദേഹം ഈ പറയുന്ന ബിഞ്ച് ഈറ്റിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ പർജ് നടത്തുന്നതൊക്കെ ഹി ഓൺലി മേ ബി ഏബിൾ ടു നോ. അതേഴ്സ് മെ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഇപ്പം മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെ അല്ലേ അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ കൂടെ ഇയാൾ പറയുന്ന കമ്മ്യൂണിക്കേഷനിൽ കൂടെ അയാളുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ വേറൊരു സെക്കൻഡ് പേഴ്സണ് മനസ്സിലാവും. പക്ഷേ പേഷ്യൻ്റിനാകുമ്പം കുറേ കൂടെ അയാളുടെ ആ മാനസികമായിട്ടുള്ള അവസ്ഥ കണ്ടുപിടിച്ച് അയാളുടെ ബിഹേവിയറിനെയും കൂടെ അതിനോട് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ കുറേ കൂടെ ഈസി ആയിട്ട് പേഷ്യൻറ്റിന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, അതായത് ടു മേക്ക് എ നോട്ട് ഓഫ് ദ സിറ്റുവേഷൻ ദാറ്റ് ലീഡ്സ് ടു ബിഞ്ചിങ് ആൻഡ് പർഗിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എൻകറേജ് ദ പേഷ്യൻറ്റ് ടു റെക്കഗ്നൈസ് ആൻഡ് വെർബലൈസ് ദ ഫീലിങ്സ് അബൌട്ട് ദ ഈറ്റിംഗ് ബിഹേവിയർ. അതായത് പേഷ്യൻറ്റിന് തന്നെ ഈ പറയുന്ന ബിഹേവിയറിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അയാൾക്ക് അതിനെപ്പറ്റിയുള്ള അയാളുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്, അതായത് ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട്, അതിനെപ്പറ്റി അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അയാൾക്ക് അതിന് ഫേവറബിൾ ആറ്റിറ്റ്യൂഡാണോ അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡാണോ. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, കഴിച്ചു കഴിഞ്ഞപ്പോൾ സെൽഫ് കണ്ടംനേഷന്, അതുപോലെ തന്നെ പേഷ്യൻറ്റിന് ഫ്രസ്ട്രേഷന്, ഗിൽറ്റ് ഫീലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നാം. സ്വന്തമായിട്ട് ഒരു അവജ്ഞ, വെറുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നാമെന്ന് പറഞ്ഞു. അത് ആ ഒരു എപ്പിസോഡ് കഴിയുമ്പം.
അതുകൂടാതെ ഈ ഒരു തരം ആക്ടിവിറ്റിയോടുള്ള ഈ പേഷ്യൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതൊക്കെ കൂടെ അറിയാൻ ശ്രമിക്കണം. ദാറ്റ് ഈസ് എൻകറേജ് ദ പേഷ്യൻ്റ് ടു റെക്കഗ്നൈസ് ആൻഡ് വെർബലൈസ് ദ ഫീലിങ്സ് അബൌട്ട് ദ ഈറ്റിംഗ് ബിഹേവിയർ. ഇത് നല്ലൊരു കാര്യമാണോ അതോ ഇത് മോശം കാര്യമാണോ, അത് എന്തുകൊണ്ടാണ് അയാൾക്ക് കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് വിമുക്തനാകണമെന്ന് ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റ് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ലെറ്റ് ഹിം റെക്കഗ്നൈസ് ആൻഡ് വെർബലൈസ് ദ ഫീലിങ്സ് അബൌട്ട് ദ ഈറ്റിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതൊക്കെ നഴ്സസിന് അല്ലെങ്കിൽ ട്രീറ്റിംഗ് ഡോക്ടേഴ്സിന് പേഷ്യൻറ്റുമായിട്ട് ഒരു നല്ല IPR ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ചില പേഷ്യൻസ് ഉണ്ട്, എൻ്റെ ഈ കഴിവുകേട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിന് ഇച്ചിരി സമാധാനം വരുത്തണം എന്നുള്ള തോന്നലുള്ളവരുണ്ടാകാം. പിന്നെ ഇതിൻ്റെ ഒരു ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കിട്ടും, ഞാൻ അതിനോട് എങ്ങനെയൊക്കെ സഹകരിക്കണം എന്ന് അറിയേണ്ടവരും ഉണ്ടാകാം. അപ്പോൾ പേഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ രോഗത്തോടെന്നുള്ളത് അറിയുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ലാക്സേറ്റീവ്, എമിറ്റിക്സ് ആൻഡ് ഡയയൂറിറ്റിക് അബ്യൂസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് ചെയ്യുമല്ലോ. അതായത് യൂസ് ഓഫ് ലാക്സേറ്റീവ്, ദെൻ എമിറ്റിക്സ് അല്ലെങ്കിൽ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻ എടുക്കുക, അല്ലെങ്കിൽ യൂറിനേഷൻ കൂടുതലാകാനോ അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് കൂട്ടാനുള്ള ഡയയൂറിറ്റിക്സ് എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് ചെയ്യും. പക്ഷേ ഇതൊക്കെ ഡേഞ്ചറസ് ആക്ടിവിറ്റിയാണ്. അത് അവരെ അവെയർ ആക്കണം. ദീസ് തിങ്സ് ആർ വാട്ട് ഹീ ഈസ് ഡൂയിങ് ഈസ് ഡേഞ്ചറസ്. ഓക്കെ. പ്രത്യേകിച്ച് നമുക്കറിയില്ല, ഹൈപ്പോകലീമിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പേഷ്യൻറ്റിന് ഹാർട്ട് പ്രോബ്ലം ഉണ്ടാകും, അരിത്മിയ ഉണ്ടാകും. അത് പിന്നെ ലേറ്റർ ഓൺ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, ഹാർട്ട് പ്രോബ്ലത്തിലേക്കൊക്കെ നയിക്കും. അപ്പം ഡീഹൈഡ്രേഷൻ ഉണ്ടായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഇതിനെപ്പറ്റിയൊക്കെ അവെയർ ആക്കണം. പിന്നെ അസസ് ആൻഡ് മോണിറ്റർ പേഷ്യൻറ്റ് സൂയിസൈഡൽ പൊട്ടൻഷ്യൽ. ചില പേഷ്യൻസിന് പൊട്ടൻഷ്യൽ ഫോർ സൂയിസൈഡ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഓരോ പേഷ്യൻറ്റിനും അത് എത്രമാത്രം ഉണ്ട്, അത് ചില പേഷ്യൻസിനുണ്ടാവാം, ചിലർക്ക് ഇല്ലാതിരിക്കാം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അവരെ ആ തരത്തിൽ അവരെ മാനേജ് ചെയ്യുകയോ അവരെ ഒബ്സർവ് ചെയ്യുകയോ ഒക്കെ വേണം. അതാണ് പറയുന്നത് അസസ് ആൻഡ് മോണിറ്റർ ദ പേഷ്യൻറ്റ് സൂയിസൈഡൽ പൊട്ടൻഷ്യൽ. അവർ ഡേഞ്ചറസ് പേഴ്സൺസ് എപ്പോഴും അല്ലേ, നമുക്കറിയാമല്ലോ. സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള പേഷ്യൻറ്റിന് ഒരുപാട് ഒബ്സർവേഷൻ വേണം. അവർക്ക് അതിനൊരു ചാൻസ് കൊടുക്കേണ്ട, ഒരു സിറ്റുവേഷൻസിൽ അവരെ ഇടാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതും പഠിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻ്റ് ആണോ ഇത് ഈ ബുളിമിയ നെർവോസ പേഷ്യൻ്റ് എന്നും കൂടെ നോക്കണം. ഓക്കെ. പിന്നെ ഇത്രയാണ് ഇതിനകത്ത് ബുളിമിയ നെർവോസ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ നേഴ്സിംഗ് മാനേജ്മെൻറ്റ് കൂടുതലായിട്ട് നിങ്ങൾ അറിയേണ്ടത്. അപ്പം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതായത് എന്താണ് ബുളിമിയ നെർവോസ, അതിൻ്റെ ഇറ്റിയോളജി എന്താണ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്താണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്, പിന്നെ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ എന്തൊക്കെ കെയറാണ് അതിനകത്ത് കൂടുതൽ കെയർ കൊടുക്കുന്നതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് മോസ്റ്റ് ഓഫ്, ആൻഡ് ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട് പ്ലീസ് ലെറ്റ് മീ നോ, go through it and ring me back. Okay, if you want to know anything more about it. Okay. So we will now wind up here. Okay.